ഹായ് ഗ്രേസ് ഗാർഡനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അങ്ങനെ ഇപ്രാവശ്യത്തെ റംബൂട്ടാൻ ഫ്ലവർ ചെയ്ത് കായ്കളൊക്കെ പിടിച്ചു വരികയാണ്. എൻ്റെ ഈ റംബൂട്ടാൻ രണ്ടാമത്തെ തവണയാണ് ഇപ്രാവശ്യം ഫ്ലവർ ചെയ്ത് ഫ്രൂട്ട് ഉണ്ടാകുന്നത്. ആദ്യത്തെ ഫ്രൂട്ട് കഴിഞ്ഞ മാസം ഞാൻ അല്പം വിളവെടുത്തിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഓഫ് സീസണിൽ റംബൂട്ടാൻ കിട്ടുക എന്ന് പറയുന്നത് അത്ര വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം കുറച്ച് പഴങ്ങൾ കിട്ടി. നല്ല മധുരമായിരുന്നു, നല്ല ജ്യൂസി ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഓഫ് സീസണിൽ, അതായത് മഴയില്ലാത്ത സാഹചര്യമായിരുന്നല്ലോ, അതുകൊണ്ട് ഇരട്ടി മധുരമായിരുന്നു. നല്ല പഞ്ചസാര ലായനി കുറുക്കി എടുത്ത പോലുള്ളൊരു മധുരമായിരുന്നു. അതുപോലെ ജ്യൂസിയുമായിരുന്നു. ഈ റംബൂട്ടാൻ നല്ല ജ്യൂസി ആയിട്ടുള്ള റംബൂട്ടാനാണ്. നല്ല വലിപ്പമുണ്ട്. അതോടൊപ്പം കുരുവിൽ നിന്ന് മാംസം നന്നായി ഇളകി പോരുന്ന ഒരു ഇനമാണ്. ഏകദേശം ഒരു 12 വർഷത്തോളം പ്രായമുള്ള റംബൂട്ടാനാണ്. അപ്പം ഞാനിതിന് ചെയ്യുന്ന എൻ്റെ ഒരു കൃഷി രീതി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ച് പേർക്കെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെടട്ടെ. അതിനു മുമ്പായിട്ട് ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞു പോട്ടെ. എനിക്കൊരു മെയിൽ റംബൂട്ടാൻ ഇതിൻ്റെ തൊട്ട് ചേർന്നുണ്ട്. ഈ മെയിൽ റംബൂട്ടാൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് ഇതുപോലെ നന്നായിട്ട് കാപിടിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മുമ്പിലത്തെ വർഷം 100 കിലോയോളം നമ്മൾ ഈ റംബൂട്ടാനിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടിയിരുന്നു. അതിന് മുകളിലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എന്നാൽ ഒരു 35 കിലോകളെ നമുക്ക് കിട്ടിയിരുന്നുള്ളൂ. അതിന് കാരണം ഇത് ഹാർഡ് പ്രൂണിങ് നടത്തിയിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ആ ഹാർഡ് പ്രൂണിങ് ഒഴിവാക്കിയിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ജൂലൈ പകുതി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ വിളവെടുപ്പ് തീർന്നു. വിളവെടുപ്പിന് ശേഷം ഉടനെ തന്നെ ചെയ്യാവുന്ന കമ്പുകളൊക്കെ നമ്മൾ പ്രൂൺ ചെയ്തു. ഹാർഡ് പ്രൂണിങ് അല്ല, ഏകദേശം ഇവിടെ ഈ ഭാഗത്ത് വെച്ച് പ്രൂൺ ചെയ്ത് കൊടുത്തിരുന്നു. നമുക്കറിയാം റംബൂട്ടാൻ വിളവെടുത്തതിന് ശേഷം നമ്മൾ പ്രൂണിങ് ചെയ്യണം. അത് ചെയ്തിരുന്നു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഇതിൻ്റെ ചുവട്ടിൽ pH-ൻ്റെ ക്രമീകരണത്തിന് വേണ്ടി ഡോളോമേറ്റ് കൊടുത്തിരുന്നു. ഡോളോമേറ്റോ പച്ചക്കക്കയോ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ചുവട്ടിൽ വേപ്പിൻകുരു പൊടിച്ചത്, നല്ല ക്വാളിറ്റിയുള്ള വേപ്പിൻകുരു പൊടിയാണ്. അതുകൂടെ മഞ്ഞളും കൂടെ എൻ്റെ വീട്ടിൽ ഉണ്ടായ മഞ്ഞൾ പൊടിച്ച് ആ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ചുവട്ടിട്ട് കൊടുത്തു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ ശേഷം നല്ല കമ്പോസ്റ്റ് വളം കൊടുത്തു. അതിനെ തുടർന്ന് അല്പം ഒരു ചെറിയൊരളവിൽ യൂറിയയും കൂടെ കൊടുത്ത് പ്ലാന്റ് നല്ല ഹെൽത്തി ആക്കി. അത് കഴിഞ്ഞ് ഞാനൊരു ഓഗസ്റ്റോടുകൂടി പോളിഹാലൈറ്റ് എന്നുള്ള വളം, അത് ഓർഗാനിക് വളമാണ്. അതിൽ മഗ്നീഷ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്, പൊട്ടാഷ് ഉണ്ട്, സൾഫറുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിന് ശേഷമായിരിക്കാം ഇത് ഫ്ലവർ ചെയ്തു. പക്ഷേ ഫ്ലവറിങ് ആ സമയത്ത് ഫ്ലവർ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല. ഫ്ലവറിങ് ഞാനോട്ട് അറിഞ്ഞുമില്ല. അതിനുശേഷം ഇതിൽ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഇത് ഒരു ഓഫ് സീസണിൽ ഫ്ലവർ ചെയ്തത്. പിന്നീട് സാധാരണ ചെയ്യുന്ന പോലെ ഞാൻ ഒക്ടോബർ ലാസ്റ്റോടുകൂടി പൊട്ടാഷ് കൊടുത്തിരുന്നു. നവംബറിലും പൊട്ടാഷ് കൊടുത്തിരുന്നു. ഡിസംബറിൽ ഫസ്റ്റ് വീക്കിലും പൊട്ടാഷ് മണ്ണിൽ കൊടുത്ത് നമ്മൾ നനച്ചു കൊടുത്തിരുന്നു. ഡിസംബറിൽ ഒരു പകുതിക്ക് ശേഷം ഞാൻ ഇതിൽ ഫോളിയറായിട്ട് 2 തവണ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. മൈക്രോന്യൂട്രിയൻസ് കൊടുത്തിരുന്നു, ചോട്ടിൽ കൊടുത്തിരുന്നു. അതുപോലെ നമ്മൾ ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ എന്തായാലും അതിന് ശേഷം ഇപ്പോൾ നല്ലൊരു ഫ്ലവറിങ് കഴിഞ്ഞ് കാപിടുത്തത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലവറിങ്ങും ഏകദേശം കഴിഞ്ഞു. നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം നല്ലൊരു വളവ് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ എനിക്ക് ഇവിടെ E35 ഫ്ലവർ ചെയ്തിട്ടുണ്ട്. സീസർ ആദ്യമായിട്ട് 3 വർഷത്തെ കഴിഞ്ഞ പ്ലാന്റ് നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ N18 ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മെയിൽ റംബൂട്ടാൻ ഉള്ളത് എന്തായാലും നമ്മുടെ തോട്ടത്തിൽ നമുക്ക് റംബൂട്ടാൻ അധികം ഉണ്ടെങ്കിൽ ഒരു മെയിൽ റംബൂട്ടാൻ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ കാഴ്ചകളിലേക്കൊന്ന് പോകാം. ഇതെൻ്റെ മെയിൽ റംബൂട്ടാനാണ്. ഈ ആൺ റംബൂട്ടാൻ നിറയെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. അതോട് ചേർന്നാണ് എൻ്റെ ഈ നന്നായി ഇപ്രാവശ്യം ഫ്ലവർ ചെയ്തിരിക്കുന്ന റംബൂട്ടാൻ നിൽക്കുന്നത്. ദൃശ്യങ്ങൾ കാണാം.
നല്ല രീതിയിൽ ഫ്ലോറിങ് ഉണ്ട്. അതോടൊപ്പം ആദ്യമൊക്കെ ഫ്ലോർ ചെയ്തൊക്കെ കാ പിടിച്ച് വരുന്നുണ്ട്. സീസർ റംബൂട്ടാൻ ആദ്യമായിട്ട് ഫ്ലോർ ചെയ്തിരിക്കുന്നതാണ്. 3-ാം വർഷം പ്രായമായിട്ടുള്ള പ്ലാന്റാണ് സീസർ റംബൂട്ടാൻ. ഫ്ലവറിങ് നടന്നിട്ടുണ്ട്. സീസർ റംബൂട്ടാൻ്റെ പൂക്കളാണ് സെറ്റായി വരുന്നു. സീസർ റംബൂട്ടാൻ ഫ്ലോർ ചെയ്തിരിക്കുന്നതാണ്. അത്യാവശ്യം നന്നായിട്ട് ഫ്ലോറിങ് ഇതിൽ ചെയ്യുന്നുണ്ട്. ഈ 35 റംബൂട്ടാനാണ്. ഫ്ലോറിങ് തുടങ്ങിയിട്ടുണ്ട്. 3 വർഷത്തോളം പ്രായമാകുന്നേ ഉള്ളൂ. 3 വർഷം ആയിട്ടില്ല. ഇപ്രാവശ്യം കഴിഞ്ഞ തവണത്തേക്കാൾ നന്നായിട്ട് ഇതിൽ ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ എല്ലാ കൊമ്പുകളിലും തന്നെ ഇപ്രാവശ്യം ഫ്ലവറിങ് ഉണ്ട്. പൂക്കളൊക്കെ വിരിഞ്ഞതിന് ശേഷം സൾഫേറ്റ് പൊട്ടാഷ്യം ബോറോണും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 35 ആണ് ഒരല്പം ലേറ്റായിട്ട് എനിക്ക് ഫ്ലവർ ചെയ്തത്. ബാക്കിയെല്ലാം സീസറൊക്കെ നേരത്തെ ഫ്ലവർ ചെയ്തിരുന്നു. അതുപോലെ N18 ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 4 വർഷം പ്രായമായ N18 ആണ്. N18 ഇപ്പോൾ നന്നായിട്ട് ഫ്ലോർ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ റോങ്റിയാൻ എന്ന ഇന റംബൂട്ടാനാണ്. പ്ലാന്റ് ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. റോങ്റിയാന് സൂക്ഷിപ്പ് കാലാവധി കൂടുതലുള്ളൊരു റംബൂട്ടാനാണ്. മറ്റ് റംബൂട്ടാനുകളെ അപേക്ഷിച്ച് അല്പം സൂക്ഷിപ്പ് കാലാവധി കൂടുതലുള്ള ഒരു ഇനമാണ്. നല്ലൊരു ഇനമാണ്. അതിനുള്ള ടേസ്റ്റുള്ള ഇനമാണ് റോങ്റിയാൻ റംബൂട്ടാൻ. ഇതെൻ്റെ N18 ഒരു അപ്രോച്ച് ഗ്രാഫ്റ്റ് പ്ലാന്റ് ആണ്. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അപ്രോച്ച് ഗ്രാഫ്റ്റ് ആണ്. അപ്രോച്ച് ഗ്രാഫ്റ്റ് പെട്ടെന്ന് കായ്ക്കുമെന്നൊക്കെ പറയുന്നു. എന്തായാലും ഞാനിവിടെ പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. ഇതെൻ്റെ ഒരു യെല്ലോ റംബൂട്ടാനാണ്. നമ്മുടെ അപ്പുറം കൂട്ടിച്ചാട്ടൻ്റെ യെല്ലോ റംബൂട്ടാൻ. N18 അതേ സ്ട്രക്ചറാണ്. പക്ഷേ സ്കിന്ന് പുറന്തൊലി മഞ്ഞ നിറമുള്ള ഒരിനമാണ്. പ്ലാന്റ് ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.